സമയം ഒരു 5:30 ആയ സ്ഥിതിക്ക് നമുക്ക് വേഗം പോയി ഒരു ഡിന്നർ ഉണ്ടാക്കാം. ഡിന്നർ മാത്രമല്ല, ഈ പ്രാവശ്യം നമുക്ക് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി സെറ്റ് ആക്കണം. ഇപ്പം മൊത്തത്തിൽ കുറച്ച് പ്രോട്ടീനേഷ്യസ് ആയതുകൊണ്ട് നമ്മളൊരു സോയ ചങ്ക് റാപ്പാണ് ഇട്ട് ഉണ്ടാക്കാൻ പോണത്. ആദ്യം ആവശ്യത്തിനുള്ള സോയ എടുത്ത് കുറച്ച് ഉപ്പും ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഫ്രിഡ്ജിലുള്ള നല്ല കളർഫുൾ പച്ചക്കറികളൊക്കെ ഇങ്ങോട്ട് പുറത്തെടുത്ത് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സോയ ചങ്ക്സ് അങ്ങോട്ട് ബോയിൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവന്മാരെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. ആ ചൂടുവെള്ളം കളഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ല സ്ക്യൂസ് ചെയ്തെടുക്കണം കേട്ടോ. ഇത്രയൊന്നും കഷ്ടപ്പെടണമെന്നില്ല. ആ ചൂടുവെള്ളം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് സ്ക്യൂസ് ചെയ്തെടുക്കാൻ. ആക്രാന്തം എന്നും നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഏതെങ്കിലും ഒരു ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പൗഡർ, പിന്നെ കുറച്ച് മീറ്റ് മസാല ഇത്രയും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അധികം വഴറ്റി കഷ്ടപ്പെടണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരു കുഞ്ഞൻ തക്കാളി നല്ല കുന അരിഞ്ഞ് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ദേ ഇതുപോലെ നല്ല പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഡിന്നർ റെഡി. ചപ്പാത്തി ഉണ്ടാക്കി ദേ ഇത് അങ്ങോട്ട് സ്റ്റഫ് ചെയ്ത് കഴിക്കൂ. നല്ല അസൽ ഡിന്നർ റെഡി. നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാണ് കേട്ടോ. ഒരു ബ്ലൂബെറി ഓട്സ് സ്മൂത്തിയാണ് ഇന്നത്തെ പ്ലാൻ. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 ടീസ്പൂൺ റോൾഡ് ഓട്സ്, ഒരു ഹാഫ് പഴം, പിന്നെ കുറച്ച് ബ്ലൂബെറീസ്, ഒരു ഹാഫ് ടീസ്പൂൺ ആൽമണ്ട് പൗഡർ, കുറച്ച് വാനില എസൻസ്, മിൽക്ക്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റാട്ടോ. ഇതിൽ നമുക്ക് സീഡ്സ്, ഡേറ്റ്സ്, ഹണി അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇവന്മാരെല്ലാം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പൊ ദേ ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡി. ഇനി ഞാൻ വേഗം പോയി ആ ഡിന്നർ കഴിക്കട്ടെ കേട്ടോ.